പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് ഏറ്റവും യോഗ്യമായ പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കരുതലിൻ കരമായി വരണേ നീ.
വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 16-ാം അധ്യായം 23 മുതൽ 30 വരെയുള്ള തിരുവചനങ്ങൾ. അന്ന് നിങ്ങൾ എന്നോട് ഒന്നും ചോദിക്കുകയില്ല. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നതെന്തും അവിടുന്ന് നിങ്ങൾക്ക് നൽകും. ഇതുവരെ നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നും തന്നെ ചോദിച്ചിട്ടില്ല. ചോദിക്കുക നിങ്ങൾക്ക് ലഭിക്കും. അതുമൂലം നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാവുകയും ചെയ്യും. ഉപമകൾ വഴിയാണ് ഇതെല്ലാം ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഉപമകൾ വഴിയല്ലാതെ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന സമയം വരുന്നു. അപ്പോൾ പിതാവിനെ പറ്റി സ്പഷ്ടമായി ഞാൻ നിങ്ങളെ അറിയിക്കും. അന്ന് നിങ്ങൾ എൻ്റെ നാമത്തിൽ ചോദിക്കും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പിതാവിനോട് പ്രാർത്ഥിക്കാം എന്ന് പറയുന്നില്ല. കാരണം പിതാവ് തന്നെ നിങ്ങളെ സ്നേഹിക്കുന്നു. എന്തെന്നാൽ നിങ്ങൾ എന്നെ സ്നേഹിക്കുകയും ഞാൻ ദൈവത്തിൽ നിന്ന് വന്നുവെന്ന് വിശ്വസിക്കുകയും ചെയ്തിരിക്കുന്നു. ഞാൻ പിതാവിൽ നിന്ന് പുറപ്പെട്ട് ലോകത്തിലേക്ക് വന്നു. ഇപ്പോൾ വീണ്ടും ലോകം വിട്ട് പിതാവിൻ്റെ അടുത്തേക്ക് പോകുന്നു. അവൻ്റെ ശിഷ്യന്മാർ പറഞ്ഞു, ഇപ്പോൾ ഇതാ നീ സ്പഷ്ടമായി സംസാരിക്കുന്നു, ഉപമയൊന്നും പറയുന്നുമില്ല. നീ എല്ലാ കാര്യങ്ങളും അറിയുന്നുവെന്നും ആരും നിന്നോട് ചോദിക്കേണ്ട ആവശ്യമില്ലെന്നും ഇപ്പോൾ ഞങ്ങൾ മനസ്സിലാക്കുന്നു. നീ ദൈവത്തിൽ നിന്ന് വന്നുവെന്ന് ഇതിനാൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അത്യധികമായ എളിമയോട് വണക്കത്തോടും കൂടി കർത്താൻ മുമ്പിൽ ആയിരുന്നു കൊണ്ട്, കർത്താവേ, അവിടുന്ന് ആരാണ്? അവിടുത്തെ മുൻപിൽ നിൽക്കുന്ന ഞാൻ ആരാണ് എന്ന് ഫ്രാൻസിസ് അസിസി പ്രസ്താവിക്കുന്നതായി, അഥവാ കേവലം പൂരിയും ചാരുവുമായി ഞാൻ എൻ്റെ കർത്താവിനോട് സംഭാഷിക്കാൻ തുനിയുകയോ എന്ന് പൂർവിതാവായ അബ്രഹാം പറയുന്നതായി നമുക്ക് ഭാവനയിൽ കാണാം. പ്രാർത്ഥനയിൽ ശരിയായ എളിമയും വണക്കവും ഉണ്ടാകാനുള്ള അനുഗ്രഹത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം സത്യത്തെ സ്നേഹിക്കുന്നു, അതിൽ സന്തോഷിക്കുകയും ചെയ്യുന്നു. സത്യത്തെ കാണുന്നിടത്തെല്ലാം അവിടുത്തെ ഹൃദയം വികസിതമാകുന്നു. അവിടുന്ന് അവിടെ പ്രസാദവരങ്ങൾ പൊഴിക്കുകയും ചെയ്യുന്നു. അസത്യത്തെയും അനീതിയെയും അവിടുന്ന് വെറുക്കുന്നു. അവയുള്ളിടത്ത് നിന്ന് അവിടുന്ന് തൻ്റെ ഹൃദയവും ചെവിയും തിരിച്ചു കളയുന്നു. ഈ വസ്തുതകളിൽ നിന്ന് 2 സംഗതികൾ നമുക്ക് അനുമാനിക്കാം.
ഒന്നാമതായിട്ട്, നാം ചോദിക്കുന്നവ ദൈവത്തിൽ നിന്ന് ലഭിക്കുവാൻ ഏറ്റവും പര്യാപ്തമായ നല്ല മാർഗം നമ്മുടെ കഷ്ടാവസ്ഥകളെയും നികൃഷ്ടസ്ഥിതിയെയും എളിമയോടെ അവിടുത്തെ മുൻപിൽ ഉണർത്തിക്കുകയാണ്. കർത്താവേ, എൻ്റെ നിസ്സഹായത കാണുക. ഞാൻ അങ്ങേ വരപ്രസാദങ്ങൾക്കായി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നു. എന്നിൽ പുണ്യമായും നന്മയായും ഒന്നുമില്ല. എൻ്റെ ആത്മാവിന് ഭക്ഷണം നൽകുവാനും എൻ്റെ നഗ്നതയെ മറയ്ക്കുവാനും വേണ്ടി ഞാൻ എല്ലാ ജീവികളോടും അപേക്ഷിച്ചു. എന്നാൽ അവയെല്ലാം പറയുന്നു, എനിക്ക് തരാൻ ഞങ്ങൾക്കൊന്നുമില്ലെന്ന്. എല്ലാ നന്മയും സകലദാനങ്ങളും അങ്ങേ പക്കൽ നിന്നാണ് പുറപ്പെടുന്നതെന്ന്. നമുക്ക് അവിടത്തോട് അപേക്ഷിക്കാം. തന്നെ താഴ്ത്തുന്നവൻ്റെ പ്രാർത്ഥന മേഘങ്ങൾ ഭേദിക്കുന്നു. ആ പ്രാർത്ഥന ദൈവത്തിൻ്റെ കരുണയെ ഭൂമിയിലേക്ക് ഒടുക്കുന്നു. എളിമയുള്ളവൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നു. അവിടുന്ന് എളിയ ഹൃദയത്തെ ഒരിക്കലും കൈവിടുകയില്ല. ദൈവസന്നിധി തങ്ങൾ വാസ്തവത്തിൽ ദരിദ്രരാണെന്ന ബോധത്തോടെ തങ്ങളുടെ കഷ്ടതകളെക്കുറിച്ച് നെടുവേർപ്പെട്ട് അപേക്ഷിക്കുന്നവരോട് ദൈവം പ്രത്യേക വാത്സല്യം കാണിക്കുന്നു. ദൈവത്തിനു മുമ്പിൽ ഒരു പാവപ്പെട്ട പിച്ചക്കാരനായും രോഗിയും വ്രണങ്ങളാൽ മൂടപ്പെട്ടവനുമായും ദാവീദ് പ്രാർത്ഥിച്ചതിനാലാണ് ദൈവം അദ്ദേഹത്തെ ശ്രവിച്ചത്. എളിമയോടുകൂടി ദേവാലയ കവാടത്തിൽ നിന്ന് പ്രാർത്ഥിച്ചതിനാലാണ് ചുങ്കക്കാരൻ നീതീകരിക്കപ്പെട്ടത്. രണ്ടാമതായി, എളിമയില്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥന ദൈവത്തിന് പ്രീതികരമായിരിക്കുകയില്ല. അവിടുത്തെ സന്നിധിയിൽ നിൽക്കുമ്പോൾ നമ്മുടെ യോഗ്യതകളെയോ പുണ്യങ്ങളെയോ പറ്റിയുള്ള അല്പമായ മതിപ്പ് പോലും നമുക്ക് ഉണ്ടായിരിക്കരുത്. സകല ചരാചരങ്ങളെ സൃഷ്ടിച്ച അവിടുത്തെ മുൻപിൽ നാം യാതൊന്നുമല്ലെന്ന ബോധം നമുക്കുണ്ടാകണം. അവിടുത്തെ മഹത്വത്തിൻ്റെ മുൻപിൽ നമ്മുടെ നികൃഷ്ടാവസ്ഥയും അവിടുത്തെ അനന്ത പരിശുദ്ധിയുടെ മുൻപിൽ നമ്മുടെ പാപാവസ്ഥയും ഏറ്റുപറയണം. അല്ലെങ്കിൽ
ഉദ്ധതനായ ആ പരിസയനെ പോലെ അവിടുത്തെ സന്നദ്ധിയിൽ നാമും വെറുക്കപ്പെട്ടവരായിരിക്കും. അസത്യവാദികൾക്ക് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന ശിക്ഷയായിരിക്കും അതുവഴി നമുക്ക് ലഭിക്കുക. കാരണം വാസ്തവത്തിൽ നാം അതീവ ദരിദ്രരും ഇല്ലായ്മയും സ്വന്തമായി ഒന്നുമില്ലാത്തവരും ഒന്നും തന്നെ ചെയ്യാൻ കഴിവില്ലാത്തവരുമാണ്. എളിമയില്ലാത്ത ഒരു ഹൃദയത്തിൽ ദൈവം പ്രസാദവരങ്ങൾ പൊഴിക്കുന്നത് കൊണ്ട് ഒരു പ്രയോജനവുമില്ല. നേരെ മറിച്ച് അത് ഒന്നുകൂടെ അഹങ്കരിക്കുകയായിരിക്കും ഫലം. ദൈവദാനങ്ങളെ ആത്മാവ് തൻ്റെതായി കരുതുമെന്നതാണ് അതിന് കാരണം. ദൈവം തൻ്റെ സമ്പത്ത് ഒരു കള്ളന് ഏൽപ്പിക്കുന്നതിന് തുല്യമാണത്. അഹങ്കാരിയും തന്മൂലം താൻ ദരിദ്രനാണ് സമ്മതിക്കാത്തവനുമായ ഒരുവന് ആരാണ് ഭിക്ഷ കൊടുക്കുക? നമുക്ക് മറ്റുള്ളവരിൽ നിന്ന് ആണ് സഹായം ലഭിക്കുന്നത്. നമ്മുടെ ദയനീയ സ്ഥിതി എളിമയോടെ തുറന്നു കാണിച്ച് അവരുടെ ഹൃദയങ്ങളെ സ്പർശിക്കുമ്പോഴാണ്. ഈ നിയമം തന്നെയാണ് ദൈവവും പാലിക്കുന്നത്. നമുക്ക് നന്നായി ആത്മപരിശോധന ചെയ്യാം. പ്രാർത്ഥനയുടെ ഫലസിദ്ധിക്ക് അത്യന്താപേക്ഷിതമായ എളിമ നമ്മുടെ പ്രാർത്ഥനയിൽ ഉണ്ടോ എന്ന്. ഈശോയെ, നീ ഞങ്ങളുടെ എല്ലാമാണ്. അങ്ങയുടെ പാതാന്തകത്തിലിരിക്കുന്ന ഞങ്ങളെ അങ്ങ് കടാക്ഷിക്കണമേ. ഞങ്ങളുടെ ഹൃദയം ശൂന്യമാണ്. ഭക്തിയാകുന്ന തൂമധു ഇല്ലാതെ അത് വാടിക്കരിയാൻ തുടങ്ങുന്നു. അങ്ങേക്ക് കാഴ്ച അണയ്ക്കാൻ ഞങ്ങളുടെ പരിമിതികളും പരാധീനതകളുമല്ലാതെ ഞങ്ങൾക്ക് മറ്റൊന്നുമില്ല. അങ്ങയെ സ്നേഹിക്കണമെന്നും സേവിക്കണമെന്നും ഞങ്ങൾക്ക് ആശയുണ്ട്. അങ്ങയുടെ തൃപ്പാദത്തെങ്കിൽ ഏറെ നേരം ശാന്തമായിരിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കാറുണ്ട്. ഞങ്ങളുടെ പാപങ്ങളെപ്പറ്റി കണ്ണീര് വറ്റുവോളം കരഞ്ഞാലേ ഞങ്ങൾക്ക് മതി വരൂ. അങ്ങ് ഞങ്ങൾക്ക് എഴുതിയിട്ടുള്ള വരനിരകളെക്കുറിച്ച് ഉദയം മുതൽ അസ്തമയം വരെ അങ്ങയോട് നന്ദി പറഞ്ഞാലും തീരുന്നതല്ല.
അങ്ങയെ ആരാധിക്കുകയും നമസ്കരിക്കുകയുമാണ് ഞങ്ങളുടെ ജീവിതാനന്ദം. കൈകൾ കൂപ്പി അങ്ങയുടെ തിരുമുഖം ദർശിച്ച് അങ്ങയുടെ മുമ്പിൽ സമാധി കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ എല്ലാ ദുഃഖങ്ങളും ഞങ്ങൾ മറക്കും. അങ്ങയോട് പറയേണ്ടതായി 100,000 കാര്യങ്ങൾ ഞങ്ങളുടെ അന്തരാത്മാവിൽ ഉയർന്നു വരുന്നു. ഞങ്ങളെ നീ ഞങ്ങൾക്കായി സൃഷ്ടിച്ചു. അങ്ങിൽ വിലയം കൊള്ളുന്നത് വരെ ഞങ്ങൾ സ്വസ്ഥത അനുഭവിക്കുന്നില്ല. ഈശോയെ, ഞങ്ങളുടെ ആഗ്രഹങ്ങൾ എന്താ പൂവണിയാത്തത്? അങ്ങയുടെ സ്നേഹം വിട്ട് ഞങ്ങൾ ലൗകിക വസ്തുക്കളിലേക്ക് ഓടിപ്പോകുന്നു. അങ്ങയുടെ തിരുസന്നിധിയിലായിരിക്കാനല്ല ഞങ്ങളുടെ ശ്രമം. മനുഷ്യ സഹവാസവും സംഭാഷണവും തേടി അന്യരുടെ പക്കലെത്താൻ ഞങ്ങൾ തിടുക്കം കൂട്ടുന്നു. അങ്ങയോട് ഞങ്ങൾ ചെയ്ത 100,000 തെറ്റുകൾ എണ്ണി എണ്ണി പറഞ്ഞ് കരയേണ്ട ഞങ്ങൾ അന്ധമായും ഉപരിപ്ലവമായും കളിച്ചും ചിരിച്ചും കഴിയുന്നു. ധ്യാനിക്കാൻ ഞങ്ങൾക്ക് മടിയാണ്. പ്രാർത്ഥന ഞങ്ങൾ ഉപേക്ഷിക്കുന്നു. അങ്ങയുടെ മുൻപിൽ കൈകുപ്പി നമസ്കരിക്കേണ്ട ഞങ്ങൾ മനുഷ്യരുടെ സ്തുതി തേടി 4 പാടും പായുന്നു. അങ്ങയുടെ വേദനകളെപ്പറ്റി വിചാരമില്ലാതെ ഞങ്ങൾ എന്നും ഞങ്ങളുടെ ദുഃഖങ്ങൾ ഓർത്തോർത്തുകൊണ്ടിരിക്കുന്നു. അങ്ങേ തള്ളി ആകാവുന്നത്ര ലോകസുഖങ്ങൾ ലഭിച്ചാൽ സ്വസ്ഥതയുണ്ടാകുമെന്ന് ഞങ്ങൾ വ്യാമോഹിച്ചു പോകുന്നു. ഈശോയെ, ഞങ്ങളുടെ അന്ധതയെ അങ്ങ് പ്രകാശിപ്പിക്കണമേ. ഞങ്ങളുടെ അജ്ഞതയെ അങ്ങ് അകറ്റിത്തരണമേ. അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് അങ്ങ് ഞങ്ങളെ വലിച്ചൊടിപ്പിക്കണമേ. അങ്ങേ വിട്ട് മറ്റൊരിടത്തേക്കും ഞങ്ങൾ പോകാൻ നീ ഇടവരുത്തരുതേ. അങ്ങയുടെ പാദപത്മങ്ങളിൽ സാഷ്ടാംഗ പ്രണാമം ചെയ്ത് കിടക്കുന്ന ഞങ്ങളിലേക്ക് അങ്ങയുടെ വരമാധുരി
വർഷിക്കണമേ. അങ്ങയുടെ മുഖാരവിന്ദം ധ്യാന ദർശനം ചെയ്യുന്നതിൽ ഞങ്ങൾക്ക് നിർവൃത്തി നൽകണമേ. അങ്ങോട് സംഭാഷിക്കാനുള്ള കല അങ്ങ് തന്നെ ഞങ്ങളെ അഭ്യസിപ്പിക്കണമേ. ധ്യാനം ഞങ്ങൾക്ക് ഇമ്പമാകട്ടെ, പ്രാർത്ഥന ഞങ്ങളുടെ പ്രാണവായുവാകട്ടെ. ഇതെല്ലാം ഈശോയെ അങ്ങയ്ക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. ഈശോയെ, ദിവ്യകാരുണ്യമന സ്നേഹകുദാശ ഞങ്ങളുടെ ആത്മാവിന് അമൃതാണ്. ആ സ്നേഹരഹസ്യത്തിന് മുൻപേ ധ്യാനനീനനായി കൈകൾ കൂപ്പി കണ്ണുകളടച്ച് നിൽക്കുമ്പോൾ ഞങ്ങളുടെ എല്ലാ ദുഃഖങ്ങളും ഞങ്ങൾ മറന്നു പോകേണ്ടതാണ്. അങ്ങയുടെ സ്നേഹ സായുജ്യം നുകരാൻ രാപകൽ അങ്ങ് ഞങ്ങളെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങയുടെ തിരുസന്നിധിയെ നിൽക്കുമ്പോൾ ഞങ്ങളുടെ അധ്വാനങ്ങൾ ആശ്വാസകരങ്ങളാകുന്നു. അങ്ങയുടെ ചുമട് ലഘുവായിത്തീരുന്നു. അങ്ങയുടെ മുഖം മധുരമാണ്. അങ്ങയുടെ വാക്കുകൾ ഞങ്ങളുടെ കാതുകൾക്ക് പീയൂഷമാണ്. അങ്ങയുടെ തിരുമുഖം ദർശിക്കുന്നതാണ് ഞങ്ങളുടെ കണ്ണുകളുടെ ആനന്ദം. അങ്ങയുടെ കാര്യങ്ങൾക്കായി ഞങ്ങളുടെ പാദങ്ങൾ യാത്ര ചെയ്യട്ടെ. അങ്ങേക്ക് വേണ്ടി ജോലി ചെയ്യുന്നതിൽ ഞങ്ങളുടെ കൈകൾ മുഴുകിയിരിക്കട്ടെ. അങ്ങയുടെ പ്രകാശമായിരിക്കട്ടെ ഞങ്ങളുടെ ബുദ്ധിയുടെ വെളിച്ചം. അങ്ങയുടെ സ്നേഹമാധുരി നുകർന്ന് ഞങ്ങളുടെ ഹൃദയം ആനന്ദ ലഹരി കൊള്ളട്ടെ. ഞങ്ങൾ എവിടെ പോയാലും എന്തു ചെയ്താലും ഞങ്ങളുടെ മനസ്സും ഹൃദയവും ഇടയ്ക്കിടെ ദിവ്യകാരുണ്യനാഥനിലേക്ക് തിരിയട്ടെ. അങ്ങേ ഒരിക്കലും ഞങ്ങൾക്ക് മറക്കാനാവില്ല നിലയിൽ ഞങ്ങൾ എത്തണം. കടലിൽ തിരമാലകൾ എന്ന പോലെ അങ്ങയെക്കുറിച്ചുള്ള സ്മരണകൾ ഞങ്ങളുടെ മനസ്സിലേക്ക് കയറി കയറി വരണം. ഞങ്ങൾ എവിടെയായിരുന്നാലും അങ്ങയുടെ ദിവ്യകാരുണ്യ സന്നിധാനത്തിലേക്ക് കഴിയുന്നത്ര വേഗം ഓടിയെത്താനുള്ള ജ്വരം ഞങ്ങളുടെ മനസ്സിൽ മായാതെ നിൽക്കണം.
ഈശോയെ, ദിവ്യകാരുണ്യനാഥ, നിന്റെ സ്നേഹാതിരേകം ഇനിയും ഞങ്ങൾ രുചിയായി മനസ്സാക്കിയിട്ടില്ല. ഈ പരമരഹസ്യത്തിൻ്റെ മുൻപിൽ നിൽക്കുമ്പോൾ പോലും ഞങ്ങളുടെ ചിന്തകൾ ചിതറിപ്പോകുന്നു. അങ്ങേ ഉൾക്കൊണ്ട ശേഷമുള്ള നിമിഷങ്ങൾ ഞങ്ങൾ സ്വർഗീയമായ ആനന്ദ നിർവൃതിയിൽ നിർലീനരായി കഴിയേണ്ടതാണ്. അതിനു പകരം ആ നേരത്ത് പോലും ആത്മീയമാന്ദ്യവും അന്യവിചാരങ്ങളുമാണ് ഞങ്ങളിൽ. അങ്ങേക്ക് നന്ദി പറഞ്ഞ് അങ്ങയെ മാത്രം മനസ്സിൽ ഭക്തിയാദരപൂർവ്വം ഓർത്ത് അങ്ങയുടെ മുൻപാകെ കൈകൾ കൂപ്പിയിരുന്നാലും ഞങ്ങൾ മടുക്കരുതാത്തതാണ്. എന്നാൽ ദിവ്യകാരുണ്യത്തിന് ശേഷം അങ്ങയുടെ പക്കൽ നിന്നും എഴുന്നേറ്റ് പോകുവാൻ എത്രയോ തിടുക്കവും ധൃതിയുമാണ് ഞങ്ങൾക്ക്. ഞങ്ങളുടെ ഭാരങ്ങൾ അങ്ങയുടെ മുമ്പിൽ ഇറക്കി വയ്ക്കാൻ പോലും മനസ്സില്ലാതെ മനസ്സ് നിറയെ ഭാരവുമായി ഞങ്ങളിവിടെ കഴിച്ചുകൂടുന്നു. ഈശോയെ, അങ്ങയ്ക്ക് മാത്രമേ ഞങ്ങളെ സഹായിക്കാൻ പറ്റത്തുള്ളൂ. അങ്ങയുടെ ദിവ്യകാരുണ്യ സന്നിധിയിൽ അങ്ങ് ഞങ്ങളെ ചേർത്ത് നിർത്തണമേ. അങ്ങയുടെ പക്കൽ വരുമ്പോൾ മറ്റെല്ലാം മറക്കാനുള്ള വരം ഞങ്ങൾക്ക് തരണമേ. അങ്ങയുടെ തിരുസന്നിധി കൈകൾ കുപ്പി നിൽക്കുന്ന നിമിഷങ്ങൾ ഞങ്ങളുടെ ആത്മാവിനെ അമൃതമാക്കി തീർക്കണമേ. ഈശോയെ, ഇതെല്ലാം അങ്ങയ്ക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. നാഥ, അങ്ങ് ജീവന്റെ അപ്പമാണ്. അങ്ങയെ വിട്ട് ഞങ്ങൾ എവിടെ പോകും? വചനമായ അങ്ങയുടെ വചനങ്ങളാണ് സുവിശേഷങ്ങൾ. ഞങ്ങളുടെ ആത്മാവിന് ആവശ്യമായി നിധി ഒളിച്ചു വച്ചിരിക്കുന്ന ദിവ്യ വയലാണത്. അത് കൈവശമാക്കാൻ ഞങ്ങൾ മറ്റെല്ലാം നഷ്ടമാക്കണം. അങ്ങയുടെ തിരുവചനങ്ങളെക്കാൾ ഞങ്ങളുടെ ആത്മാവിന് ആനന്ദകരമായി മറ്റെന്താണ് ഉണ്ടാകുക? ഞങ്ങളുടെ ബുദ്ധിക്ക് ആവശ്യമുള്ള പ്രകാശം മുഴുവനും അങ്ങയുടെ സുവിശേഷത്തിലുണ്ട്. ആത്മാവിൻ്റെ ആഹാരമാണത്. ഞങ്ങൾ അനുഗ്രഹിക്കുന്നതിനായി അങ്ങ് ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള എല്ലാ മാതൃകകളും അത് സംഭരിച്ചു വച്ചിരിക്കുന്നു. അതിൽ നിന്നും ഞങ്ങൾ പാനം ചെയ്താൽ ഞങ്ങൾക്ക് ഒരു നാളും ദാഹിക്കുകയില്ല. അങ്ങയുടെ സുവിശേഷമാകുന്ന നീർച്ചാലിനരികെ നിൽക്കുന്ന ഒലിവൃക്ഷമായിരിക്കണം ഞങ്ങൾ. അപ്പോൾ ഞങ്ങളിൽ ഇല കൊടിയുകയില്ല. കാലാകാലങ്ങളിൽ സുഹൃതഫലങ്ങൾ കൊണ്ട് ഞങ്ങൾ നിറഞ്ഞു നിൽക്കും. ഞങ്ങൾക്കെതിരായി എത്ര വലിയ കാറ്റൂതിയാലും ഞങ്ങൾ ഇളകുകയില്ല. പൊരിയുന്ന വെയിലത്ത് നിന്നാലും മറ്റുള്ളവർക്ക് ശീതഛായയേകാൻ അപ്പോൾ ഞങ്ങൾക്ക് കഴിവുണ്ടാകും.
ഈശോയെ, സുവിശേഷ പാരായണത്തിൽ ഞങ്ങൾക്ക് വേണ്ടത്ര താല്പര്യം വന്നിട്ടില്ല. സുവിശേഷങ്ങളെക്കുറിച്ചുള്ള അജ്ഞത അങ്ങയെക്കുറിച്ചുള്ള അജ്ഞത തന്നെയാണ്. ഞങ്ങളുടെ ആത്മാവിന് വേണ്ട ആഹാരം മുഴുവൻ സുവിശേഷങ്ങളിൽ നിറച്ചു വച്ചിരിക്കുന്നുവെന്ന് ഞങ്ങൾക്കറിയാം. എന്നിട്ടും ഞങ്ങൾ അവയെ വിട്ട് കേവലം വിനോദകരങ്ങളായ കഥകളും കവിതകളും വായിച്ച് സമയം കളയുന്നു. ഞങ്ങളുടെ ആത്മാവിന് എത്രയോ പ്രയോജനകരമായ ഉപമകളും ഉദാഹരണങ്ങളുമാണ് അങ്ങയുടെ സുവിശേഷത്തിലുള്ളത്. അങ്ങയുടെ എളിമ, ദാരിദ്ര്യം, തപസ്, ദൈവസ്നേഹം, പരസ്നേഹം, സഹനം, ക്ഷമ എന്നിങ്ങനെ ഞങ്ങൾ എന്നെന്നും ധ്യാനിച്ച് മനസ്സിലാക്കേണ്ട എത്രയോ ചിത്രങ്ങൾ അവയിൽ മിഴിവാർന്നു നിൽക്കുന്നു. ഞങ്ങൾക്ക് ദുഃഖമുണ്ടാകുമ്പോൾ അങ്ങയുടെ പീഡാനുഭവം ഞങ്ങളെ ധൈര്യപ്പെടുത്തും. ഞങ്ങൾ തളർന്നു പോകുമ്പോൾ അങ്ങയുടെ സ്നേഹവും ആശ്വാസവും ഞങ്ങൾക്ക് ബലമേകും. ഞങ്ങൾക്ക് ഭയവും സംശയം തോന്നുമ്പോൾ അങ്ങയുടെ വാക്കുകൾ ഞങ്ങൾക്ക് ഉറപ്പ് നൽകും. ഞങ്ങളുടെ ജീവിതാന്തസ് ഞങ്ങളെ മടിപ്പിക്കുമ്പോൾ അഗാധമായ അങ്ങയുടെ സ്നേഹമാധുരി ഞങ്ങൾക്ക് ഉണർവേകും. ഇതെല്ലാം ഞങ്ങൾക്ക് അനുഭവിക്കണമെങ്കിൽ അങ്ങയുടെ സുവിശേഷം ഞങ്ങൾ എന്നെന്നും കയ്യിലെടുത്ത് സ്നേഹപൂർവ്വം വ്യായിച്ച് ധ്യാനിക്കുക മാത്രം ചെയ്താൽ മതി. ഈശോയെ, അങ്ങയുടെ സുവിശേഷം ഇനിയും ഞങ്ങൾ സ്നേഹവിഷയമാക്കിയിട്ടില്ല. അവയെപ്പറ്റി പഠിക്കുവാനും ധ്യാനിക്കാനും ഞങ്ങൾക്ക് ഇനിയും കഴിയും പോലെ പരിശ്രമിക്കുന്നില്ല. ഞങ്ങളുടെ തെറ്റും മടിയും ഞങ്ങൾ മനസ്സിലാക്കുന്നു. അതിനെ ജയിക്കാൻ ഞങ്ങൾക്ക് നിന്റെ കൃപയും കരുണയും വേണം. അതെല്ലാം ഈശോയെ അങ്ങയ്ക്ക് മാത്രമേ നൽകാൻ സാധിക്കുകയുള്ളൂ. ഈശോയെ, ഈ നിമിഷങ്ങളിൽ അങ്ങയുടെ സന്നിധിയിലായിരിക്കുവാനായിട്ട് ഞങ്ങളെ അനുഗ്രഹിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു. പരിശുദ്ധ തൃത്വമേ, ഈ യുഗത്തിൽ അങ്ങ് ഞങ്ങളുടെ രക്ഷയ്ക്കായി ഒരുക്കിയിരിക്കുന്ന സംവിധാനങ്ങളെ ഓർത്ത് നന്ദി പറയുന്നു. അങ്ങ് നൽകിയ വാഗ്ദത്ത വചനങ്ങൾ ഏറ്റുചൊല്ലുമ്പോൾ കൈവരുന്ന സുരക്ഷിതത്വം അത്ഭുതകരമാണ്. ഈശോ മിശിഹായുടെ ആധിപത്യവും അധികാരവും ഭരണവും ഞങ്ങളുടെ കുടുംബത്തിലും വസ്തുവകകളിലും വളർത്തുമൃഗങ്ങളിലും ജീവിതമാർഗങ്ങളിലും നിത്യം നിലനിൽക്കാനായിട്ട് അങ്ങ് ഇടവരുത്തണമേ. ഈശോയെ, ഞങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലകളിലും അങ്ങ് സംരക്ഷിക്കണമേ. ലൂക്ക 11:21 ശക്തൻ ആയുധധാരിയായി തൻ്റെ കൊട്ടാരത്തിന് കാവൽ നിൽക്കുമ്പോൾ അവൻ്റെ വസ്തുക്കൾ സുരക്ഷിതമാണ്.
ശക്തൻ ആയുധധാരിയായി തൻ്റെ കൊട്ടാരത്തിന് കാവൽ നിൽക്കുമ്പോൾ അവൻ്റെ വസ്തുക്കൾ സുരക്ഷിതമാണ്. ഈശോയെ, അങ്ങ് ആയുധധാരിയായി വന്ന് ഞങ്ങളുടെ ഭവനത്തിന്, ഞങ്ങളുടെ കൂട്ടായ്മയ്ക്ക്, തിരുസഭയ്ക്കെല്ലാം കാവൽ നിർത്തി എല്ലാ തിന്മയുടെ ശക്തിയിൽ നിന്നും, അന്ധകാര ശക്തികളിൽ നിന്നും ഞങ്ങളുടെ എല്ലാ വസ്തുക്കളെയും അങ്ങ് സുരക്ഷിതമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. സങ്കീർത്തനം 34:7. കർത്താവിൻ്റെ ദൂതൻ ദേവഭക്തരുടെ ചുറ്റും പാളയമടിച്ച് അവരെ രക്ഷിക്കുന്നു. കർത്താവിൻ്റെ ദൂതൻ ദേവഭക്തരുടെ ചുറ്റും പാളയമടിച്ച് അവരെ രക്ഷിക്കുന്നു. നല്ല കർത്താവേ, അങ്ങയുടെ ദൂതനെ ഞങ്ങളിലേക്ക് അയച്ച് ദേവഭക്തമാർഗത്തിലേക്ക് ആനയിക്കപ്പെടുന്ന ഞങ്ങളിലേക്ക് നയിച്ച് ഞങ്ങളെ കാത്തു രക്ഷിക്കണമേ. തിന്മയുടെ എല്ലാ ശക്തികളിൽ നിന്നും അങ്ങ് ഞങ്ങളെ കാത്തു രക്ഷിക്കണമേ. അങ്ങിൽ ആശ്രയിക്കുന്നവരെ അങ്ങ് ഒരിക്കലും ഉപേക്ഷിക്കുന്നില്ലല്ലോ. സക്കറിയ 9:8. ആരും കയറിയിറങ്ങി നടക്കാതിരിക്കാൻ ഞാൻ എൻ്റെ ഭവനത്തെ ചുറ്റും പാളയമടിച്ച് കാവൽ നിൽക്കും. ഒരു മർദ്ദകനും ഇനി അവരെ കീഴടക്കുകയില്ല. എൻ്റെ കണ്ണ് അവരുടെ മേലുണ്ട്. ആരും കയറിയിറങ്ങി നടക്കാതിരിക്കാൻ ഞാൻ എൻ്റെ ഭവനത്തിന് ചുറ്റും പാളയമടിച്ച് കാവൽ നിൽക്കും. ഒരു മർദ്ദകനും ഇനി അവരെ കീഴടക്കുകയില്ല. എൻ്റെ കണ്ണ് അവരുടെ മേലുണ്ട്. ഈശോയെ, ആരും കയറിയിറങ്ങി നടക്കാതെ ഞങ്ങളുടെ ഭവനത്തിന്, ഞങ്ങളുടെ മനസ്സിന്, ഞങ്ങളുടെ ഹൃദയത്തിന്, ഞങ്ങളുടെ ശരീരത്തിന്, ഞങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലകൾക്കും അങ്ങ് കാവൽ നിൽക്കണമേ. അങ്ങയുടെ കണ്ണ് എപ്പോഴും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. അങ്ങ് ഞങ്ങളെ നയിക്കണമേ. ഞങ്ങളുടെ കൂടെ ആയിരുന്നു കൊണ്ട് അങ്ങ് ഞങ്ങളെ സംരക്ഷിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. യെശയ്യാ 8:18.
ഞാനും കർത്താവ് എനിക്ക് നൽകിയ സന്താനങ്ങളും സിയോൻ പർവ്വതത്തിൽ വസിക്കുന്ന സൈന്യങ്ങളുടെ കർത്താവിൽ നിന്നുള്ള ഇസ്രായേലിലെ അടയാളങ്ങളും അത്ഭുതങ്ങളുമായിരിക്കും. യേശയ്യാ 8:18. ഞാനും കർത്താവ് എനിക്ക് നൽകിയ സന്താനങ്ങളും സിയോൻ പർവ്വതത്തിൽ വസിക്കുന്ന സൈന്യങ്ങളുടെ കർത്താവിൽ നിന്നുള്ള ഇസ്രായേലിലെ അടയാളങ്ങളും അത്ഭുതങ്ങളുമായിരിക്കും. ഈശോയെ, ഈ അഭിഷേക ശക്തി ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിറയട്ടെ. അങ്ങ് ഞങ്ങൾക്ക് നൽകിയ സന്താനങ്ങൾ, അങ്ങിൽ നിന്നുള്ള അത്ഭുതങ്ങളും അടയാളങ്ങളും ദർശിക്കാൻ അങ്ങ് ഇടവരുത്തണമേ. ഒരു മക്കൾ പോലും തിന്മയുടെ ശക്തിക്ക് അകപ്പെടാതെ അങ്ങ് കാത്ത് സംരക്ഷിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ദിവ്യകാരുണ്യനാഥ, അങ്ങയുടെ സന്നിധിയിലായിരുന്ന ഈ നിമിഷങ്ങളെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാ നിയോഗങ്ങളെയും സമർപ്പിക്കുന്നു. ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപാകടാശം എപ്പോഴും കൂടെ ഉണ്ടായിരിക്കണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആഗതനാകുന്നു ഭൂവിൽ
So